ഇന്ന് പതിവില്ലാണ്ട് ദേ കണ്ണൊക്കെ എഴുതി അടിപൊളിയായിട്ട് ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ പതിയെ കാണിച്ചു തരാം കേട്ടോ. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. അപ്പൊ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനിത് യൂസ് ചെയ്യാറേ ഇല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരുപാട് ഡാമേജ് എന്റെ മുഖത്ത് നന്നായിട്ട് കാണാം. എവിടെ പോയാലും ലേറ്റ് ആവണ സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ നേരത്തെ പോവാന്ന് വിചാരിച്ചാലും കഷ്ടി മുഷ്ടി അത് നടക്കില്ല. ഞാൻ എങ്ങനെയായാലും 5 മിനിറ്റെങ്കിലും ലേറ്റ് ആവും. രാവിലെ എന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഉച്ചയായി കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ എത്തിയപ്പോ. ഈ സുന്ദരി കുട്ടിയാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ്. അതായത് എന്റെ കസിന്റെ ബേബിയാണ് കേട്ടോ. 1.5 മാസം ആയിട്ടുള്ളൂ. ഇതാണ് മൂത്ത ബേബി, മൈക്കിൾ ബേബി. വികൃതിയുടെ ആശാനാണ് ഈ കിടക്കണത്. കുഞ്ഞിപ്പെണ്ണിന്റെ പ്രായം തൊട്ടേ ഞാൻ നോക്കി വളർത്തിയ ഒരു മുതൽ അവിടെ കിടക്കുന്നുണ്ട്. എന്റെ അനിയൻ അബിയും പിള്ളേരും വരുന്ന ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അന്ന് അപ്പൂസും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട. വീട്ടില് പിള്ളേരൊക്കെ ഉള്ളത് ഒരു രസമായിട്ട് തോന്നിയത് ഇവരൊക്കെ വന്നപ്പോഴാണ് കേട്ടോ. ഈ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ കോളേജിൽ പഠിക്കണ കാലത്ത് ഇഞ്ചക്ഷൻ വെക്കാൻ പോയിട്ട് നേഴ്സിന്റെ അടിവയറ്റിൽ ഒരു ഒറ്റ ചവിട്ട് കൊടുത്ത പുള്ളിയാണ് അഭിരാമി. അത്രയും വേദന പോലും സഹിക്കാൻ പറ്റാത്ത അഭി എങ്ങനെ ഈ 2 കുട്ടികളുടെ അമ്മയായി എന്നുള്ളത് ഇപ്പോഴും അതിശയാണ്. അപ്പുണ്ണീനെ അങ്ങനെ കുറെ നേരം ഞാനും മാമിയും കൂടി കളിയാക്കിയിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തു. പോവാണോ? Yes. ടാറ്റ. Bye bye. അഖിലസ്മി ടാറ്റ ബൈ. See you.